ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് വേഗം വേഗം പഠിച്ചാലോ? തുടങ്ങാം. ഐ നോ ഹിം. ഐ നോ ഹിം. എനിക്ക് അവനെ അറിയാം, അല്ലെങ്കിൽ ഞാൻ അവനെ അറിയും. രണ്ടും പറയാം. എനിക്ക് അവനെ അറിയാം, അല്ലെങ്കിൽ ഞാൻ അവനെ അറിയും. ഐ നോ ഹിം. ഐ നോ ഹിം. മയും ഉസേ. ഞാൻ അവനെ. ഉസേ അവളെ എന്ന് പറഞ്ഞാലും എന്താണ്? ഉസേ തന്നെ. മയും ഉസേ അറിയും. ജാൻതാഹും. ജാൻതാഹും. മയും ഉസേ ജാൻതാഹും. ഐ ഹാവ് ഡൺ ദ വർക്ക്. ഐ ഹാവ് ഡൺ ദ വർക്ക്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ജോലികൾ ചെയ്യാൻ തന്നിരുന്നു. ഐ ഹാവ് ഡൺ ദ വർക്ക്. ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. മേനെ, മയുംനെ അല്ലെങ്കിൽ മേംനെ. കാം കർ ലിയാ ഹേ. മേനെ കാം കർ ലിയാ ഹേ. മേനെ ഞാൻ, കാം ജോലി, കർ ലിയാ ഹേ ചെയ്തു കഴിഞ്ഞു, ചെയ്തിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. മൈംനെ കാം കർ ലിയാ ഹേ. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എവ്രിതിങ് ഹാസ് ഡൺ. എല്ലാം ചെയ്തിട്ടുണ്ട്. എവ്രിതിങ് ഹാസ് ഡൺ. ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം ചെയ്തിട്ടുണ്ട്. എവ്രിതിങ് ഹാസ് ഡൺ. സബ് കുച്ച്. സബ് കുച്ച് എല്ലാം എന്നുള്ളതിനെ പറയുന്നത്, ഹിന്ദിയിൽ പറയുന്നത് സബ് കുച്ച് എല്ലാം തന്നെ. ഹോഗയ കഴിഞ്ഞു. സബ് കുച്ച് ഹോഗയ എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. രണ്ടിനും നമുക്ക് പറയാം. എല്ലാം കഴിഞ്ഞു എന്നാണെങ്കിലും എന്ത് പറഞ്ഞാൽ മതി? സബ് കുച്ച് ഹോഗയ ഹേ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണെങ്കിലും എന്താണ്? സബ് കുച്ച് ഹോഗയ ഹേ എന്ന് പറഞ്ഞാൽ മതി. സബ് കുച്ച് ഹോഗയ എല്ലാം കഴിഞ്ഞു. ഓക്കെ. ഓൾ ഈസ് റൈറ്റ്, അല്ലെങ്കിൽ ഓൾ ഈസ് റൈറ്റ്. എല്ലാം ശരിയാണ്. ഓൾ ഈസ് റൈറ്റ്. ഓൾ ഈസ് ഓൾ റൈറ്റ്. എല്ലാം ശരി തന്നെയാണ്. ഓൾ ഈസ് ഓൾ റൈറ്റ്. സബ് ടീക്ക്. സബ് എല്ലാം. സബ് ടീക്ക്. ടീക്ക് എന്ന് പറഞ്ഞാൽ ശരി, ശരിയാണ്. എല്ലാം ശരിയാണ്. സബ് ടീക്ക്. ഓൾ ഈസ് ഓൾ റൈറ്റ്. ഇനി റൈറ്റ് എന്ന് പറഞ്ഞാൽ സബ് ടീക്ക് എല്ലാം ശരിയാണ്. ഡോണ്ട് വറി. ഡോണ്ട് വറി. വിഷമിക്കേണ്ട. എന്തിനെ വിഷമിക്കുന്നത്? ഡോണ്ട് വറി എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ചിന്ത മത് കരോ. ചിന്ത മത് കരോ. വിഷമിക്കണ്ട. ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട, ചിന്തിക്കേണ്ട, വിഷമിക്കേണ്ട. ചിന്ത മത് കരോ. ചിന്തിക്കേണ്ട, വിഷമിക്കേണ്ട എന്നൊക്കെ ഉള്ളതിന് ഇത് തന്നെ പറയാം. ചിന്ത മത് കരോ. ആപ്നെ ചിന്ത മത് കരോ. അതിനെക്കുറിച്ച് വിഷമിക്കേ വേണ്ട താങ്കൾ എന്നാണ് പറയുന്നത്. നത്തിങ് വിൽ ഹാപ്പൻ. നത്തിങ് വിൽ ഹാപ്പൻ. ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ. ചിന്ത മത് കരോ. നത്തിങ് വിൽ ഹാപ്പൻ. വിഷമിക്കേ വേണ്ട, ഒന്നും സംഭവിക്കില്ലെന്നേ. ഇപ്പോൾ ഒരാൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ആകെ വിഷമിച്ച് കുറേ പേര് ഇരിക്കണം കാണുമ്പോൾ നമ്മൾ പറയുമല്ലേ, ഒന്നും സംഭവിക്കില്ല, വിഷമിക്കണ്ട, ചിന്ത മത് കരോ, നത്തിങ് വിൽ ഹാപ്പൻ എന്ന് പറയും അല്ലേ. ഡോണ്ട് വറി, നത്തിങ് വിൽ ഹാപ്പൻ. അത് തന്നെയാണ് കുച്ച് നഹി ഹോഗ. കുച്ച് നഹി ഹോഗ ഒന്നും സംഭവിക്കില്ല. കുച്ച് ഒന്നും, നഹീം ഹോഗ സംഭവിക്കില്ല. കുച്ച് നഹീം ഹോഗ ഒന്നും സംഭവിക്കില്ല. ലീവ് ഓൾ ടു മീ. ലീവ് ഓൾ ടു മീ. എല്ലാം എനിക്ക് വിട്ടേര്. എല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് വിട്ടേര്. എനിക്ക് വിട്ട് തന്നേക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ലീവ് ഓൾ ടു മീ. എനിക്ക് വിട്ട് തന്നേക്ക്, ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ എല്ലാം ഞാൻ നോക്കിക്കോളാം, ഞാൻ ശരിയാക്കിക്കോളാം. ഇങ്ങനെയുള്ള അർത്ഥങ്ങൾക്കൊക്കെ എന്ത് പറഞ്ഞാൽ മതി? ലീവ് ഓൾ ടു മീ. എനിക്ക് വിട്ട് തന്നേക്ക് അല്ലേ. സബ് കുച്ച് എല്ലാം. സബ്. സബ്. അപ്പോൾ സബ് കുച്ച് എന്ന് പറയണത് സബ് എന്ന് പറഞ്ഞാൽ സബ് മുജ് പർ ചോട് ദോ. സബ് എല്ലാം മുജ് പർ.
എന്നിൽ ചോടുതോ ഉപേക്ഷിക്കൂ അല്ലെങ്കിൽ വിട്ടു തരൂ, എനിക്ക് വിട്ടു തന്നേക്കൂ എന്ന് പറയുന്നതാണത്. സബ് മുജ് പർ ചോടുതോ, എല്ലാം എനിക്ക് വിട്ടു തന്നേക്കൂ, എനിക്ക് തരൂ, ഞാൻ ചെയ്യാം. സബ് മുജ് പർ ചോടുതോ, എല്ലാം എനിക്ക് വിട്ടു തന്നേക്കൂ. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്, ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ എല്ലാം എനിക്ക് വിട്ടു തന്നേക്ക്. സബ് മുജ് പർ ചോടുതോ, ഞാനത് കൈകാര്യം ചെയ്യണം. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്, ഞാനത് കൈകാര്യം ചെയ്തോളാം. മയും ഇസെ സംഭാൽ ലൂങ്ക, മയും ഞാൻ, ഇസെ ഇതിനെ, സംഭാൽ ലൂങ്ക കൈകാര്യം ചെയ്യാം, കൈകാര്യം ചെയ്യും. മയും ഇസെ സംഭാൽ ലൂങ്ക കൈകാര്യം ചെയ്തോളാം, നോക്കി നടത്തിക്കോളാം. ഇതിനൊക്കെ ഇങ്ങനെ തന്നെ പറയാം. മയും ഇസെ സംഭാൽ ലൂങ്ക, ഞാനിത് കൈകാര്യം ചെയ്തോളാം. ഇറ്റ് ഡസിൻ മാറ്റർ, ഇറ്റ് ഡസിൻ മാറ്റർ എന്ന് പറഞ്ഞാൽ അതൊന്നും സാരമില്ലെന്നേ. ഡസിൻ മാറ്റർ, അങ്ങനെ അതൊന്നും സാരമുള്ള കാര്യമല്ല. ഡസിൻ മാറ്റർ, ഇറ്റ് ഡസിൻ മാറ്റർ, ഇത് ഒന്നും സാരമുള്ള കാര്യമല്ല, ഒന്നും സാരമില്ല എന്ന് നമ്മൾ പറയുന്നത്. കോയി ബാത്ത് നഹി, കോയി ബാത്ത് നഹി, ഒരു ഇതിൻ്റെ ആവശ്യമില്ല, ഒന്നും സാരമുള്ളതല്ല, സാരമില്ല, ഒന്നും സാരമില്ല. കോയി ബാത്ത് നഹി, കുഴപ്പമൊന്നുമില്ല, സാരമില്ല എന്ന് നമ്മൾ പറയുന്നത്. അതൊന്നും കുഴപ്പമില്ലെന്നേ, സാരമില്ലെന്നേ. കോയി ബാത്ത് നഹി, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, അതൊന്നും കുഴപ്പമില്ല, സാരമില്ല എന്ന് പറയുന്നത് കോയി ബാത്ത് നഹീം, കോയി ബാത്ത് നഹീം. അപ്പോൾ ഈ സെൻറ്റൻസുകൾ നമ്മൾ എന്നും തന്നെ എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ എല്ലാവരും നല്ല പോലെ ഈ സെൻറ്റൻസുകൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ബൈ.